അങ്ങനെ നമ്മൾ പൂരപ്പറമ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എത്തുന്നതിന് മുന്നേ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ പൂരപ്പറമ്പിൽ എത്തിയിട്ട് അവിടെ ഇന്നലത്തെ പോലെ തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ പൂരപ്പറമ്പൊക്കെ. അപ്പോൾ ഓരോ തേരായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് മുന്നേ കുറച്ച് കലാരൂപങ്ങൾ വന്ന് അവർ ഡാൻസും മറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടു നിന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഒന്ന് ഫുൾ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. എല്ലാവരും ഐസ്ക്രീമൊക്കെ കഴിച്ചിരിക്കുമ്പോഴാട്ടോ ഇനി നമുക്ക് ആഭരണങ്ങൾ വാങ്ങാൻ അങ്ങോട്ട് പോവാം. അപ്പോൾ അങ്ങനെ ഏട്ടൻ വന്നിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞ അല്ലിക്ക് ആഭരണം എടുക്കാൻ പോകണം എന്നൊക്കെ ഡയലോഗ് അടിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ ഏട്ടൻ വന്നിട്ട് നമ്മളിതൊക്കെ ഇറങ്ങാൻ വേണ്ടി പോയിട്ട് അപ്പോൾ നമ്മൾ ഓരോ കടയിലെത്തി. പിന്നെ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഏത് വാങ്ങണ്ടേ എന്നുള്ളൊരു സംശയമായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മളിവിടെ ഇറങ്ങിക്കുമ്പോഴാട്ടോ കുറേ കലാരൂപങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു കേട്ടോ. പിന്നെ നമ്മൾ കുലുക്കി കുടിക്കാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ നോക്കുമ്പോൾ കുറേ ഫ്ലേവർ ഉണ്ട് കേട്ടോ. മൊത്തത്തിൽ ഏതെടുക്കുന്ന ഒരു സംശയമായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു ബ്ലൂബെറിയും പിന്നെ അതേപോലെ ഫ്രാഷൻ ഫ്രൂട്ടും ആപ്പിളും ആട്ടോ എടുത്തത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല എരിവൊക്കെ ആയിരുന്നു കേട്ടോ. അത് എന്തായാലും ഇഷ്ടമായി. അപ്പം അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടു നിന്നു കേട്ടോ. പിന്നെ ഇവിടെ ഈ അമ്പലത്തിൽ തേരാട്ടോ വരാറുള്ളതൊക്കെ. പിന്നെ രാത്രി കാളവേലയാണ് വരാറ്. അപ്പം അങ്ങനെ നമ്മൾ അതൊക്കെ കുടിച്ചു കേട്ടോ. ഇനി നമുക്ക് കമ്മൽ വാങ്ങാൻ അങ്ങോട്ട് പോകാം കേട്ടോ. കമ്മൽ കണ്ടിട്ട് ഏതെടുക്കണം ആകെ കൺഫ്യൂഷനായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് എല്ലാതും കാണാനായിട്ട്. അങ്ങനെ ഞാൻ അമ്മയും കൂടിയും ചേർട്ടോ അതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ 2-3 കമ്മലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നിൽക്കുമ്പോഴാട്ടോ ഇവിടെ പടക്കം പൊട്ടുന്ന കണ്ടത്. അങ്ങനെ അതൊക്കെ കണ്ടു നിന്ന് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പൂരം നല്ല വൈബ് പൂരമായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടു നിന്ന് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു.